സർപ്പദോഷമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ സർപ്പകോപത്തിന് കാരണമാകാറുണ്ട്. സർപ്പം പ്രസാദിച്ചാൽ സർവ്വതും പ്രസാദിക്കും, സർപ്പം ശപിച്ചാൽ സർവ്വതും നശിക്കും. സർപ്പപ്രീതിക്കായി നിത്യവും വീട്ടിൽ മുടങ്ങാതെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? കശ്യപ പ്രജാപതിക്ക് കുദ്രു എന്ന പത്നിയിലുണ്ടായ മക്കളാണ് നാഗങ്ങൾ എന്ന് പുരാണം പറയുന്നു. കന്നി തുലാം മാസങ്ങൾ സർപ്പദൈവങ്ങളുടെ പിറന്നാൾ മാസങ്ങളാണ്. ആയില്യവ്രതം ആരംഭിക്കേണ്ട മാസം കന്നിമാസമാണ്. ആയില്യവ്രതം ഏകാദശി വ്രതം പോലെ തന്നെ ഒരിക്കലായിട്ടും നോൻപായിട്ടും എടുക്കാവുന്നതാണ്. ഓരോ മാസത്തിലെ ആയില്യവ്രതം എടുക്കുന്നതും അന്ന് ക്ഷേത്രദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. 3 വർഷത്തേക്ക് മുടങ്ങാതെ ആയില്യവ്രതം എടുത്താൽ മുക്കോടി ദേവകളും അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. 3 തവണ മുടങ്ങാതെ, അതായത് വർഷത്തിൽ 1 വെച്ച് 3 തവണ ആയില്യപൂജ നടത്തുന്നത് സർവ്വ ഐശ്വര്യത്തിനും ഗുണപ്രദമാണ്. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ 3 പൂജകളും അനുഷ്ഠിക്കുമ്പോൾ സർവവിഘ്നങ്ങളും തീർന്ന് ഗുണപ്രാപ്തി വർദ്ധിക്കും. കന്നിമാസത്തിലെ ആയില്യം നാഗങ്ങളുടെ പിറന്നാളാണെന്നാണ് പറയുന്നത്. നാഗദൈവങ്ങൾ സന്താനത്തിനും സമ്പത്തിനും പ്രധാനമാണ്. നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് സന്താനത്തിനും സമ്പത്തിനും മാത്രമേ ഗുണം ചെയ്യുന്നത്. നാഗദൈവങ്ങളെ അവഗണിക്കുന്നത് ദോഷമാണ്. നമ്മളെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അധപ്പതനത്തിലേക്ക് നയിക്കുന്നതിനും നാഗങ്ങൾ കാരണമാണ്. പ്രപഞ്ചത്തിൽ നാഗങ്ങളുടെ പ്രാധാന്യം അറിയേണ്ടത് തന്നെയാണ്. ഭൂമിയെ താങ്ങി നിർത്തുന്നത് നാഗദൈവങ്ങളാണ്. സർപ്പങ്ങളെ ദേവന്മാരും അസുരന്മാരും ഒരുപോലെ നമിക്കുന്നു. ദേവന്മാരെയും അസുരന്മാരെയും ഒരുപോലെ നയിക്കാൻ കഴിവുള്ളവർ നാഗങ്ങൾ തന്നെയാണ്. ശ്രീമദ് ഭാഗവതത്തിലും മഹാഭാരതത്തിലും നാഗങ്ങളുടെ പ്രാധാന്യം വളരെ വ്യക്തമാണ്. ഇനി നാഗങ്ങളെ ആരാധിക്കുന്നവർ ജപിക്കേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ച് പറയാം. അതിനു മുൻപേ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സർപ്പദോഷം അനുഭവിക്കുന്നവർ ജപിക്കേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. നാഗരാജാവിനെയും നാഗയക്ഷിയെയും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുളിച്ച് ശുദ്ധമായ നിലവിളക്ക് കത്തിച്ചു വെച്ച് ഈ മന്ത്രം 12, 21 അങ്ങനെ 108 തവണ വരെ ജപിക്കാവുന്നതാണ്. വീടിൻ്റെ അടുത്ത് നാഗരാജാ ക്ഷേത്രമുണ്ടെങ്കിൽ ഇടയ്ക്ക് പോയി അവിടെ തൊഴുക. സർപ്പം പ്രസാദിച്ചാൽ സർവവും പ്രസാദിക്കും എന്നാണ്. എന്നാൽ സർപ്പം ശപിച്ചാൽ സർവവും നശിക്കും. ഭൂമിയിലെ പ്രത്യക്ഷ ദൈവങ്ങളാണ് നാഗങ്ങൾ. സർപ്പപ്രീതി വരുത്തേണ്ടത് വളരെ ഐശ്വര്യമാണ്. ഇത് കുടുംബത്തിലെ ഉയർച്ചയ്ക്കും തടസ്സങ്ങൾ മാറാനും ഉത്തമമാണ്. എനിക്കിതിലൊന്നിലും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളെ തള്ളി പറയാതിരിക്കുക. വിശ്വാസമുള്ളവരിലാണ് നല്ല ബുദ്ധി ഉണ്ടാകുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സർപ്പപ്രീതി വരുത്തുന്നതിനെക്കുറിച്ച് പറയാം. ഒരു ചിരാതിൽ അല്പം എണ്ണ എടുത്ത് കത്തിക്കാനുള്ള തിരി മഞ്ഞൾപ്പൊടിയിൽ മുക്കി വിളക്ക് കത്തിച്ച് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ വളരെ നിഷ്ഠയോടുകൂടി ചെയ്യാമെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മൾ തുളസിത്തറയിൽ വിളക്ക് വെക്കും പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. 98% അമ്പലങ്ങളിലും സർപ്പദൈവങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുകയാണെങ്കിൽ 100 പാലും സർപ്പബലി, പാമ്പും പുറ്റും, മഞ്ഞൾപ്പൊടി ഇതൊക്കെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നാവുദോഷം, ദൃഷ്ടിദോഷം ഇവ മാറാൻ അമ്പലത്തിൽ പാട്ടുപാടുന്നവർ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് പാട്ടുപാടിക്കുന്നതും ഈ ദോഷങ്ങൾ അകറ്റാൻ വളരെ നല്ലതാണ്. ഒരിക്കലും മാറാത്ത തടസ്സങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, സന്താനങ്ങൾക്ക് അരിഷ്ടിത, സന്താനങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന ദമ്പതിമാർ ഇവരൊക്കെ സർപ്പപ്രീതി വരുത്തിയാൽ ഫലം ഉറപ്പാണ്. പിന്നെ
നിത്യവും ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള നാഗദോഷങ്ങളും വന്നു ഭവിക്കുകയില്ല. എല്ലാ ഭക്തജനങ്ങൾക്കും നാഗദൈവങ്ങളുടെയും മഹാദേവന്റെയും അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓം നാഗരാജാവായേ നമഃ. ഓം നാഗയക്ഷിയേ നമഃ.